മഴക്കാലത്ത് ഒരു ഇൻവേർട്ടർ നമ്മുടെ വീട്ടിലില്ലാണ്ട് നമുക്ക് പറ്റില്ല അല്ലേ? കാരണം ജസ്റ്റ് ഒരു മഴയോ ലൈറ്റ്നിങ്ങോ വരുന്ന സമയത്ത് തന്നെ KSEB പവർ ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇൻവേർട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇത് വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ലോഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കറണ്ട് പോകുന്ന സമയത്ത് എന്തെല്ലാം ഡിവൈസസ് നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ബാറ്ററി എത്ര എച്ചിൻ്റെ ബാറ്ററി വേണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് എങ്ങനെയാണ് നോക്കുക നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വീട്ടിലെ ലോഡ് നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് എന്തെല്ലാം ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്യണം എന്ന് നോക്കാം. അതായത് നമ്മുടെ വീട്ടിലെ TV എത്ര മണിക്കൂർ കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ബൾബുകൾ, ഫാനുകൾ, ഇങ്ങനെ നമുക്ക് എമർജൻസി ആയിട്ട് കറണ്ട് പോയാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വെച്ചതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എത്ര വാട്ട്സ് ആണെന്നുള്ളത് നമുക്ക് ഒന്ന് കണക്കാക്കാം. ഇവിടെ നമുക്കൊരു 450 വാട്ട്സ് ഒരു റെഫറൻസിന് വേണ്ടി എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഓരോ ഡിവൈസുകളും അതിൻ്റെ ഒരു 25 to 30% എക്സ്ട്രാ കറണ്ട് വേണം അത് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു 563 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 560 വാട്ട്സ് ലോഡ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇൻവേർട്ടറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഓരോ ഇൻവേർട്ടറും അതായത് ഓരോ ഡിവൈസും അത് 100% എഫിഷ്യൻസി കിട്ടില്ല. ഇവിടെ ഇൻവേർട്ടറിൻ്റെ എഫിഷ്യൻസി പറയുമ്പോൾ ഒരു 80 to 90% ആയിരിക്കും. നമുക്കൊരു 80% വെച്ചിട്ട് അതിൻ്റെ എഫിഷ്യൻസി കണക്കാക്കുമ്പോൾ നമുക്കൊരു 700 VA ഒരു ഇൻവേർട്ടറാണ് നമുക്ക് ഈ ഒരു 560 വാട്ട്സ് ലോഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി കിട്ടി 700 VA. ഇനി നമുക്ക് വേണ്ടത് നമുക്കതിൻ്റെ ബാറ്ററി എത്ര AHൻ്റെ ബാറ്ററി നമുക്ക് ആവശ്യം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു കാൽക്കുലേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലോഡ് ഗുണിക്കണം നമുക്ക് എത്ര മണിക്കൂർ ബാക്കപ്പ് വേണം, അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ്. അപ്പോൾ ഇത് വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്ര AHൻ്റെ ബാറ്ററി വേണമെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 238 അതായത് 200 AHൻ്റെ മുകളിലുള്ള ഒരു ബാറ്ററിയാണ് നമുക്ക് വേണ്ടി വരിക. നമ്മൾ 230 AHൻ്റെ ഒരു C10 ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് 23 ആംപിയറാണ് അതിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതായത് 10 മണിക്കൂർ കൊണ്ട് നമുക്ക് 230 AH ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത് വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 276 വാട്ട്സ് അതായത് ഏകദേശം ഒരു 300 വാട്ട്സ് കപ്പാസിറ്റിയാണ് അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ലോഡ് കൊടുത്ത് ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഒരു 5 കൊല്ലമാണ് ബാറ്ററി വാറൻറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു 7-8 കൊല്ലം നിൽക്കേണ്ട ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ അത് കേട് വന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മിനിമം ലോഡ് കൊടുത്തിട്ട് തന്നെ അത് മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺക്ലൂഷൻ നമുക്ക് വരുന്നത് നമുക്കൊരു 700 VA to 1000 VAൻ്റെ ഇൻവേർട്ടർ വേണം, നമുക്കൊരു 200 to 230 AHൻ്റെ ബാറ്ററി വേണം. നമുക്കിവിടെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അതേപോലെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഡ് ആസിഡ് ആണെങ്കിൽ നമുക്കൊരു 30,000 രൂപയുടെ ഉള്ളിലായിരിക്കും പ്രൈസ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ലിഥിയം ഫോസ്ഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60,000 രൂപയുടെ അടുത്ത് വരും. കാരണം ലിഥിയം ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി ഒരു 15 കൊല്ലമൊക്കെ സുഖമായിട്ട് ലൈഫ് കിട്ടും. അപ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.